ബോറടിച്ചിട്ടുള്ളോ, എൻ്റെ സ്വന്തം ഒരു സിനിമ കണ്ട് ബോറടിച്ചുള്ള ആളാണ് ഞാൻ. ഇനി കാണാൻ വരുന്ന ഓഡിയൻസിനോട് സിനിമ കണ്ടിറങ്ങിയ താങ്കൾക്ക് എന്താണ് പറയാൻ? ആർക്കും അവരുടെ പൈസ വേസ്റ്റ് ആയ പോലെ തോന്നത്തില്ല. ആക്ഷനാണ്, കുറച്ച് റോ വയലൻസ് ഉണ്ട്, അതല്ലാതെ ഒരു എൻ്റർടൈനിങ് ഫിലിമാണ്. അതായത് ക്രിയേറ്റീവ് വർക്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റർടൈനിങ് ആണ്. സോ ഐ ഡെഫിനറ്റ്ലി ഡിഡ്ന്റ് ഗെറ്റ് ബോർഡ്. എനിക്ക് ബോറടിച്ചില്ല ഈ സിനിമ കണ്ടിട്ട്. എൻ്റെ സ്വന്തം സിനിമ കണ്ട് ബോറടിച്ചിട്ടുള്ളോ, എൻ്റെ സ്വന്തം ഒരു സിനിമ കണ്ട് ബോറടിച്ചുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓണസ്റ്റായിട്ട് പറയാനുള്ളത് ബോറടിക്കത്തില്ല. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. യു ക്യാൻ ഡെഫിനറ്റ്ലി വാച്ച് 2 hours of this. സോ ആദ്യത്തെ സിനിമയിൽ നിന്നുള്ള ഒരു എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളാണെങ്കിൽ അത് തിരുത്തിയായിരിക്കും സിനിമയിലേക്ക് വരുന്നത്. അതെ, ഇതിന് വേണ്ടിയിട്ട് താങ്കൾ എത്രത്തോളം എഫോർട്ട് എടുത്തു? ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല, ആദ്യത്തെ സിനിമയിൽ നിന്ന് രണ്ടാമത്തെ സിനിമയിൽ പോയപ്പോഴും ഞാൻ ഇട്ട എഫേർട്ടിനൊരു കുറവില്ല. എൻ്റെ അറിവിനായിരുന്നു കുറവ്. ആ അറിവ് ഞാൻ മാക്സിമം എനിക്ക് വർക്ക് ചെയ്ത് അത് വളരത്തുള്ളൂ. ലൈക്ക് വിത്ത് ടൈം ആൻഡ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസും നാച്ചുറലി ടൈമിൻ്റെ ആ പ്രോസസ്സിൽ എനിക്ക് തന്നെ കൊടുക്കാൻ ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് സിനിമയിൽ ഇനിയും ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ ആ എക്സ്പീരിയൻസ് കിട്ടാൻ. അതിന് ഞാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പുതുമുഖ നടൻ വരുന്നതിന് അപ്പുറത്ത് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ ട്രോളുകൾ കേൾക്കേണ്ടി വന്ന ഒരു നടനാണ് താങ്കൾ. അപ്പോൾ അത് താങ്കളെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്? നെപ്പട്ടിസം, രാഷ്ട്രീയം, ഓളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു 10% ആൾക്കാരാണ് ഇത് പറയുന്നത്. ബാക്കി ഒരു 90% ആൾക്കാരും അവരുടെ പണി നോക്കി ജീവിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിൽ എന്താണ് സത്യം, എന്താണ് കള്ളം എന്നൊക്കെ അത്യാവശ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈൻഡ് ചെയ്യാറില്ല, അങ്ങ് വിട്ടോളാം. ഇപ്പോൾ സിനിമയുടെ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം മലയാളി പ്രേക്ഷകർ ഇപ്പോഴും സ്ക്രിപ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ ആൾക്കാരുടെ പെർഫോമൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്? അല്ല, മലയാളി പ്രേക്ഷകൻ എന്നും ആ സ്ക്രിപ്റ്റ് എന്ത് വൃത്തിയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ആസ്പെക്റ്റിലാണ് മലയാളി പ്രേക്ഷകൻ എന്ന്, ഇൻക്ലൂഡിങ് മീ. ആ സ്ക്രിപ്റ്റ് എത്രത്തോളം സിനിമയിലോട്ട് വന്നിട്ടുണ്ട്, അതിൽ ഒരു മലയാളി കഥയിൽ, ഒരു മലയാളി സ്ക്രിപ്റ്റിൽ തന്നെ ബ്രോ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഇതുണ്ട്. ദാറ്റ്സ് സംതിങ്, ദാറ്റ്സ് സ്പാർക്ക് അബൌട്ട്. എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് സിനിമയിൽ വന്ന ആ സിനിമേനെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ക്രൗഡാണ് മലയാളി ക്രൗഡ്. ചേട്ടൻ സിനിമ കണ്ടോ? ഇല്ല, രാത്രി കാണത്തുള്ളൂ. ഇനി കാണാൻ വരുന്ന ഓഡിയൻസിനോട് എന്താ പറയാം? ഇനി കാണാൻ വരുന്ന ഓഡിയൻസിനോട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇത് എൻ്റെ സിനിമയായിട്ട് കാണരുത്. ഇതൊരു ഡയറക്ടറിൻ്റെ സിനിമയാണ്. സുജിത് എസ് നായർ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടും എഫേർട്സും എല്ലാം ഇട്ട് ഇറക്കിയൊരു സിനിമയാണ്. We're not a huge film, പിന്നെ ഹ്യൂജ് ബഡ്ജറ്റ് എന്ന് we can't even say mid budget. അങ്ങനെ എടുത്തൊരു പടമാണ്. പക്ഷേ എവറി സിംഗിൾ പെനി ഈസ് ഓൾസോ ഹാർഡ് ഏൺ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റീസോഴ്സസ് ലിമിറ്റഡ് ആയി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ അപ്പുറം ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കൺവിക്ഷൻ എനിക്കുണ്ട്. എനിക്കതിലൊരു ഉറപ്പുണ്ട്. സോ ഇനി പ്രേക്ഷകൻ ഈ സിനിമ കാണുക, വിരോധമില്ലെങ്കിൽ കാണുക, ഓണസ്റ്റായിട്ട് സത്യമായ അഭിപ്രായം അറിയിക്കുക. അതായത് എന്നെ ഇതിലുള്ള കാര്യം മറന്നിട്ട് ജസ്റ്റ് ഈ സിനിമയെ പറ്റി പറയുക. അതിലൂടെ എന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് പറയുക. കാര്യം നിങ്ങൾ എത്രത്തോളം നല്ലത് പറഞ്ഞാലും ആ മോശം പറയുന്നതിൽ എന്തെങ്കിലും നല്ലത് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും. കാര്യം ഐ എം സ്റ്റിൽ ലേണിംഗ്. ഈ ലേൺ ചെയ്യുന്ന സമയത്ത് ഐ നീഡ് ദാറ്റ്. അതുകൊണ്ട് പ്ലീസ് അത് തരൂ എന്ന് അങ്ങോട്ട് ഞാൻ ചോദിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.